അബ്ദുല്ലാഹിബ്നു സലാം, അദ്ദേഹം യഹൂദികളിൽ അറിയപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ നബിയുടെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, ഇന്നി സായിലുക അൻ സലാസിൻ, 3 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം യഹൂദികളിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? അബ്ദുല്ലാഹിബ്നു സലാം. അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന ഉടനെ നബി വന്നറിഞ്ഞ് നബിയുടെ അടുക്കൽ എത്തി നബിയോട് 3 ചോദ്യം പറഞ്ഞു. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയുൻ, നബി അല്ലാത്ത ഒരാൾക്കും ഇതറിയാൻ കഴിയില്ല. ഒന്നാമത്തെ ചോദ്യം, കുറച്ച് വ്യത്യാസമുണ്ട് ചോദ്യത്തിൽ. ഫമാ അവ്വലു അശ്റാത്തി സാ, അതായത് ലോകാവസാനം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഏറ്റവും വലിയ അടയാളം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വമാ അവ്വലു തുആമി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? സുബ്ഹാനല്ലാഹ്, അല്ലാത്ത ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നബീനെ മെഷർ ചെയ്യാനുള്ള, അളക്കാനുള്ള വളരെ കണ്ണിങ് ആയ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? വമാ യൻസിഉൽ വലദു ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി, ഒരു കുട്ടി വാപ്പയിലേക്ക് ചേർക്കപ്പെടുന്നതും ഉമ്മയിലേക്ക് ചേർക്കപ്പെടുന്നതും, അതായത് ആൺകുട്ടിയാകുന്നോ അതോ പെൺകുട്ടിയാകുന്നോ എന്നെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 3 കാര്യം പറഞ്ഞു തരണം. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബറനി ബിഹിന്ന ജിബ്രീലു ആനിഫൻ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ദാ ജിബ്രീൽ എനിക്ക് വഹിയുമായി വന്നിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു സലാമിനോട് റസൂൽ മറുപടി കൊടുത്തു. ഉടനെ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞെന്തെന്നറിയോ? ജിബ്രീൽ അങ്ങനെ ചോദിച്ചു. ജിബ്രീലോ? ജിബ്രീൽ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. ജിബ്രീൽ കൊണ്ടുവന്നോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ജിബ്രീൽ ഇതാ മറുപടി എത്തിച്ചിരിക്കുന്നുവെന്ന് റസൂൽ മറുപടി കൊടുത്തപ്പോൾ ജിബ്രീൽ ദാക അദുവുൽ യഹൂദി മിനൽ മലായിക, മലക്കുകളിൽ യഹൂദികൾക്ക് ശത്രുതയുള്ളത് ആരോടാണ്? ജിബ്രീലിനോടാണ്. അപ്പോൾ ആ ജിബ്രീലാണോ മുഹമ്മദിന് വഹി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് ഓതി കൊടുത്തു. ഏതാണ് ആയത്ത്? ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ഈ ആയത്ത് അബ്ദുല്ലാഹിബ്നു സലാമിന് ഓതി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, മാ അവ്വലു അശ്റാത്തി സാഅ, വലിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം ഏതാണ്? ഫനാറുൻ തഹ്ശുറു നാസ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ജനങ്ങളെ മശ്രിക്കിൽ നിന്ന്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ജനങ്ങളെ തുരത്തിയോടിക്കുന്ന ഒരു തീ കടന്നു വരാനുണ്ട്. ആ തീ കടന്നു വന്നാൽ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അതാണ് ഒന്നാമത്തെ മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തതിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി എണ്ണിപ്പറഞ്ഞതിൽ ഒരു തീയിനെ പറ്റി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളെ തുരത്തി ഓടിക്കുമെന്നാണ്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാമിന് ഒന്നാമത്തെ മറുപടി കൊടുത്തു. രണ്ടാമത്തെ മറുപടി, വഅമ്മാ അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യമായി അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം ഫസിയാദതു കബ്ദി ഹൂത്തിൻ, ഒരു മത്സ്യത്തിൻ്റെ കരളാണ്. മത്സ്യത്തിൻ്റെ കരളാണ് ആദ്യം ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പം അത്രയും ടേസ്റ്റുള്ളൊരു ഭക്ഷണം സ്വർഗത്തിലേക്ക് എത്തുന്ന അതിഥികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവരുടെ തൗറാത്തിലുണ്ട്. അവരുടെ കയ്യിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളിൽ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാപ്പയിലേക്ക് ഒരു ആൺകുട്ടിയെ ചേർക്കുന്നതും ഉമ്മയിലേക്ക് ഒരു പെൺകുട്ടിയെ ചേർത്തൊക്കെ പറയുന്നത് എപ്പോഴാണ്? റസൂൽ പറഞ്ഞു, ഇദാ സബക മാഉർ റജുലി മാ അൽ മർഅ നസഅൽ വലദ്, ആണിൻ്റെ ബീജം സ്ത്രീയുടെ ബീജത്തെ മറികടന്നാൽ അവിടെ ആൺകുട്ടിയാകും. വൈദാ സബക മാഉൽ മർഅത്ത്, സ്ത്രീയുടെ ബീജമാണ് മുൻകടക്കുന്നതെങ്കിൽ ആൺകുട്ടി നീങ്ങിപ്പോകും, അവിടെ സ്ഥാനത്ത് ആര് വരും? പെൺകുട്ടിയാകും. മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു 3 ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയപ്പോഴേക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. ഇസ്ലാം സ്വീകരിച്ച ഉടനെ അദ്ദേഹം നബിയോട് പറഞ്ഞൊരു വാചകമുണ്ട്, നബിയെ ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ, യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്നൊരു സമൂഹമാണ് നബിയെ. സ്വന്തം സമൂഹത്തെ പറ്റി പറഞ്ഞാണ്. യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്ന, ആരോപിക്കുന്ന, മോശമാക്കുന്നൊരു സമൂഹമാണ് നബിയെ. ഇന്നഹും ഇൻ യഅലമു ബിഇസ്ലാമി ഖബ്ല അൻ തസ്അലുഹും യബ്ഹതൂനി, നബിയെ ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഈ വാർത്തയുണ്ടല്ലോ, നബി അവരോടൊന്ന് ചോദിച്ചു നോക്കി. അവരോട് ചോദിച്ചാൽ അവരെന്നെ എന്ത് ചെയ്യും? ആക്ഷേപിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, അവർ യഹൂദികളായ ആളുകളോട് അബ്ദുല്ലാഹിബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചത് ആദ്യം പറഞ്ഞില്ല. ആദ്യം പോയിട്ട് നബി എന്താ ചോദിച്ചെന്നറിയോ? അബ്ദുല്ലാഹിബ്നു സലാം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവർ പറയുകയാണ്, അബ്ദുല്ലാഹിബ്നു സലാമോ, അദ്ദേഹം ഖൈറുന ഇബ്നു ഖൈറുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ്റെ മോനാണ്. വസയ്യിദുന വസ് ഇബ്നു സയ്യിദിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവിൻ്റെ മോൻ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ അടുത്ത ചോദ്യം, അറഅയ്തും മിൻ അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ അവരുടനെ പറയാണ്, ഖാലു അആദഹുല്ലാഹു മിൻ ദാലിക്, അതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഫഖറജ അബ്ദുല്ലാ, ഇത് കേട്ട ഉടനെ മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഷഹാദത്ത് കലിമ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞ വാചകം എന്ന് അറിയോ? ഹുവ ശർറുന ഇബ്നു ശർറുന ഇബ്നു ശർരിന, അവൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുടെ മോശപ്പെട്ട മകനാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വാചകം എന്താണ്? അതെ, അവൻ ഞങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചു. അതായത് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നബിയെ അവൻ എന്നെ ആക്ഷേപിക്കുമെന്ന് താങ്കൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഫഖാല അബ്ദുല്ലാഹിബ്നു സലാം ഹാദല്ലദീ കുന്തു അഖാഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതാണ് ഞാൻ ഭയപ്പെട്ടത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. പിന്നീട് ഇവരുടെ സ്വഭാവം അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അബ്ദുല്ലാഹിബ്നു സലാമിനെ പറ്റി ചോദിച്ചു, നല്ല വർത്താനൊക്കെ പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു സലാം ഇസ്ലാം സ്വീകരിച്ച് അറിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ നേരെ ഉൾട്ടായി. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം അവരുടെ മുന്നിൽ വന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്.